فاروق وعثمان وعلي رضي الله تعالى عنه إلى ولكم ذكر الثواب وإلى ولكم سعد بن معاذ وإلى ولكم خالد بن الوليد وإلى ولكم ابن الكريم وإلى ولكم علامة الباب وإلى ولكم فاطمة بنت وإلى ولكم تنصر الباب وإلى ولكم أنتبه الباب وإلى حضرت كل أنبياء كل أولياء الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين اهدنا الصراط المستقيم بسم الله الرحمن الرحيم ألم نشرح لك صدرك ووضعنا عنك وزرك الذي أنقض ظهرك ورفعنا لك ذكرك فإن مع العسر يسرا إن مع العسر يسرا فإذا فرغت فانصب إلى ربك فارغب بسم الله الرحمن الرحيم قل هو الله أحد الله الصمد بسم الله الرحمن الرحيم قل هو الله احد الله الصمد بسم الله الرحمن الرحيم قل هو الله احد الله الصمد يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس الذي يوسوس في صدور الناس من الجنة والناس بسم الله الرحمن الرحيم اللهم صل على سيدنا والخاتم لما سبق العصر لك باليد والعدل إلى صراطك المستقيم وعلى آله قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله قدره ومقداره العظيم اللهم صل على سيدنا الحمد لله رب العالمين أنعم علينا بالإيمان وهدانا إلى دين الإسلام إن يوافي نعمه ويقافي مزيدا اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم أرحم الراحمين على راجعة الأدنى كرمك يا الله حبيبي മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ അല്ലാഹുവിന്റെ റസൂൽ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ സഹാബിമാർക്ക് എന്തെങ്കിലും വിഷമങ്ങൾ വരുമ്പോൾ അവരുടെ ഭാര്യമാർക്ക് എന്തെങ്കിലും സങ്കടങ്ങൾ വരുമ്പോൾ ഇലാ ഹദറത്ത് റസൂലില്ലാഹ് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പോകാറുണ്ട് അല്ലാഹുവിന്റെ റസൂൽ അവർക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാറുണ്ട് അതുപോലെ അവിടുത്തെ പേരമക്കളെ തേടി വന്നവരാണ് വന്ന എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും തീർത്തു കൊടുക്കണം ഞങ്ങളെ ചൊല്ലിയ സ്വലാത്തുൽ ഫാത്തിഹി മദീന മുനവ്വറയിൽ അന്ത്യ സുഖം കൊള്ളുന്ന ഞങ്ങൾ ചങ്കിലച്ചോലയായ പരലിന്റെ കൃഷ്ണമായ ഹബീബായ മുത്തുനബിയുടെ റൗള ശരീഫിലേക്ക് എത്തിച്ചു കൊടുക്കണം ആ മദീന മുനവ്വറയുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെല്ലാവരുടെ സങ്കടങ്ങളും മാറ്റിക്കൊണ്ടേ ഞങ്ങളെ പ്രയാസങ്ങൾ മാറ്റിക്കൊണ്ടല്ല മക്കളില്ലാത്ത ആരെങ്കിലും നീ സദസ്സിലുണ്ടെങ്കിലും അല്ലാഹ് മക്കളെ കൊടുക്കേ വീടില്ലാത്ത സ്ഥലമില്ല
ആരെങ്കിലും ഈ സദസ്സുണ്ടെങ്കിലല്ല അവർക്ക് വീട് വെക്കാനുള്ള സമ്പത്ത് നൽകണം നിങ്ങളെ കൂട്ടത്തിൽ ആരുടെയെങ്കിലും ആധാരങ്ങൾ ബാങ്കിലുണ്ടെങ്കിൽ സ്വർണ്ണാഭരണങ്ങൾ ബാങ്കിലുണ്ടെങ്കിലും അതെടുക്കാൻ ഞങ്ങൾക്കൊരു വഴി കാണിച്ചു കൊണ്ടുണ്ട് ഞങ്ങളെ കുടുംബത്തിൽ സമാധാനം നൽകുന്നുണ്ട് ഞങ്ങളെ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ മക്കൾക്കിടയിൽ ഐക്യം നൽകണമല്ല ഞങ്ങൾക്ക് പരീക്ഷണങ്ങൾ തരല്ല നിങ്ങൾക്ക് പരീക്ഷണങ്ങൾ തരല്ലുണ്ട് ഇവിടെ വന്നവർക്ക് ഹൈർ നൽകണമല്ല ഇവിടെ വന്നവർക്ക് സന്തോഷം നൽകണമല്ല ചെറുപ്രായത്തിൽ ഞങ്ങൾ മക്കളെ എത്തിയുമാക്കല്ലേ ചെറുപ്രായത്തിൽ ഞങ്ങളെ ഭാര്യമാരെ വിധവകളാക്കല്ലേ ഞങ്ങൾക്ക് സന്തോഷം നൽകണം ഇന്ന് വരെ ഞങ്ങൾ ജീവിച്ചത് സങ്കടത്തോടുകൂടിയാണ് നാളെ മുതൽ ഞങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം നൽകരുത് ഞങ്ങളെ മക്കൾ തമ്മാടികളാക്കല്ലേ നിങ്ങളെ ഭർത്താക്കന്മാരെ തമ്മാടികളാക്കല്ലേ ഞങ്ങളെ മക്കള് പ്രവാസികളാണ് ഭർത്താക്കന്മാര് പ്രവാസികളാണ് ആപ്പമാര് പ്രവാസികളാണ് എല്ലാവരും പ്രയാസങ്ങളും നീ മാറ്റി കൊടുക്കുമല്ല നിന്റെ ഹുമത്തിന്റെ മാരായമാരെ പറഞ്ഞിറങ്ങുന്ന സദസ്സാക്കണം ഞങ്ങളിൽ നിന്ന് മുൻമുറഞ്ഞു ഞങ്ങളെ വാപ്പ ഞങ്ങളെ ഭർത്താവ് ഞങ്ങളെ ഭാര്യ ഞങ്ങളെ മക്കള് ഞങ്ങൾ ഉമ്മേക്കപ്പെട്ടവരാണ് മരണപ്പെട്ടു എല്ലാവരുടെ പ്രവൃത്തിയിലേക്ക് ഞങ്ങൾ ഇതിന്റെ മിസിന് സ്വഭാവം എത്തിച്ചു കൊടുക്കണമല്ല ഞങ്ങൾ മരിച്ചാൽ ഞങ്ങളെ നന്മകൾ ഞങ്ങളെ സ്വബറിലേക്ക് എത്തിക്കണമല്ല മാതാപിതാക്കളെ വേദനിപ്പിക്കുന്ന മക്കളെ തെരഞ്ഞെടുപ്പ് അവരെ കുരുത്തക്കേട് വാങ്ങുന്ന മക്കളാക്കല്ലേ ഞങ്ങളിൽപ്പെട്ട പലരും രോഗികളാ പലരുടെ മൂർത്താവ് മുതൽ കാലിന്റെ പല്ലവരെ പല ജാതി രോഗങ്ങളാ എല്ലാവരുടെ രോഗങ്ങളും നീ ശുഭയാക്കണം എല്ലാവരുടെ രോഗങ്ങളും നീ ശുഭയാക്കണം എല്ലാവരുടെ രോഗങ്ങളും ശുഭയാക്കണം ഞങ്ങൾക്ക് സാമ്പത്തിക പ്രയാസങ്ങൾ തരല്ലേ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ തരല്ലേ റസൂലിന്റെ പേര് മക്കളെ ഉറപ്പ് വാങ്ങുന്നവരെ കൂട്ടത്തില് ഞങ്ങളൊരാളും നീ ഉൾപ്പെടുത്തല്ലേ തൊട്ട് കാക്കണം ശിക്ഷയെ തൊട്ട് കാക്കണം ഞങ്ങളെ നാവിലൂടെ ഹക്ക് പറയാനുള്ള ഭാഗ്യം നൽകണമല്ല കളവ് പറഞ്ഞേണ്ട ഒരവസ്ഥ വരുത്തല്ല റബ്ബേ ഞങ്ങളെ ദ്വാനി സ്വീകരിക്കണേ ഞങ്ങളെ ദ്വാനി സ്വീകരിക്കണം മടക്കല്ല റബ്ബേ അത്ഭുതങ്ങളുടെ കലവറയാണ് സ്വലാത്തുൽ ഫാത്തിഹ എല്ലാ ദിവസവും ആ സ്വലാത്ത് ചൊല്ലാനും അത് വീട്ടിൽ തുറന്നു വെക്കാനും അത് കാണാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകണേ ഞങ്ങളെ മക്കളെ പരീക്ഷയിൽ വിജയം നൽകണേ تغفر لنا وترحمنا نكون من الخاسرين آمين آمين برحمتك يا أرحم الراحمين صلى الله على محمد صلى الله على محمد اللهم صل على محمد നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ നമ്മൾ ജീവിച്ചത് സങ്കടത്തോടെയാണ് ഒരുപാട് സങ്കടങ്ങളുണ്ട് ഭാര്യമാരെ കുറിച്ച് സങ്കടങ്ങളുണ്ട് ഭർത്താക്കന്മാരെ കുറിച്ച് സങ്കടങ്ങളുണ്ട് മക്കളെ കുറിച്ച് സങ്കടങ്ങളുണ്ട് ആവലാദികളുണ്ട് ഇന്ന് സുബഹിന്റെ മുമ്പ് ഞാൻ എഴുന്നേറ്റൊരു ഫോൺ കോളാണ് എല്ലാ ദിവസവും ഒരുപാട് കോളുകൾ വരുന്നു ഇന്നും സുബഹി നിസ്കരിക്കുന്നതിന്റെ മുമ്പ് ഒരു വാപ്പ കണ്ണീരോട് വിളിച്ചു എന്റെ മകളോട് RSS അംഗമായിട്ട് പ്രണയത്തിലാണ് ഇല്ലാത്ത സങ്കടമാണ് ഒരുപാട് തവണകൾ ചർച്ച ചെയ്തു പെണ്ണിന് ചെക്കനെ മറക്കാൻ കഴിയുന്നില്ല ചെക്കനെ പെണ്ണിനെയും മറക്കാൻ കഴിയുന്നില്ല അവർക്ക് മതം ഒരു പ്രശ്നമല്ല പ്രസവിച്ച മാതാവ് പ്രശ്നമല്ല പ്രയാസപ്പെട്ട് നോക്കിയ വാപ്പ പ്രശ്നമല്ല ഇന്നലെ കണ്ടവള് മതി ഇന്നലെ കണ്ടവനെ മതി ഞങ്ങളെ മക്കളെ കാക്കണേ പ്രണയത്തിന്റെ പ്രലോഭനങ്ങളിൽപ്പെട്ട് വാപ്പാനെ മറന്ന് ഉമ്മാനെ മറന്ന് ഏത് മതജാതിയിൽപ്പെട്ടവനാവട്ടെ പ്രസവിച്ച അമ്മയുണ്ട് ഉമ്മയുണ്ട് മാതാവുണ്ട് നിങ്ങളെ മക്കളെ നന്നാക്കി കൊടുക്കണം
ആപത്തുകൾ നീ പുറത്തുള്ള മക്കളെ സ്വാധീനങ്ങളാക്കണേ കേട്ടോ. നിങ്ങൾ എന്ത് ചെയ്യാം, പെട്ടെന്നുള്ള മരണങ്ങൾ എങ്ങനെ നടക്കും? പാരത്രികമായ ലോകത്തിലേക്കുള്ള ഖബറാണ്. ഖബറിൽ നിന്ന് രക്ഷപ്പെട്ടാൽ പിന്നെ അവയ്ക്ക് സുറാത്തുവാദം പ്രശ്നമല്ല, പിന്നെ മഹുശര പ്രശ്നമല്ല, പിന്നെ സ്വർഗത്തിലേക്കാണ് ദഖലൽ ജന്ന. പക്ഷേ ഖബറിൽ നിന്ന് രക്ഷപ്പെടണം, അതിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു മനുഷ്യന്റെ ആദ്യത്തെ ജീവിതം ഖബറാണ്. ഖബറിൽ കിടക്കുന്ന പാമ്പകാലം വന്ന് ദുനിയാവിൽ നിന്ന് ചീറ്റിക്കഴിഞ്ഞാൽ ആ പ്രദേശത്ത് പുല്ല് മുളക്കൂല. അതുകൊണ്ട് ഖബറിൽ അദാബിനെ തൊട്ട് ഞങ്ങളെ കാക്കണമല്ലോ. ഇൻഷാ അല്ലാഹ് ഇനി ഇത് തിന്നോളിട്ടാ, തിന്നുമ്പോ പറയണേ ഞങ്ങളെ രോഗങ്ങൾ ശുഭയാക്കണമല്ലോ. ആ നീട്ടി വെച്ചിട്ട് അവര് തെളിയാൽ ഈ 3 മണിക്ക് ഞാൻ എഴുന്നേറ്റിട്ട് 5 മണി വരെ ബാങ്ക് കൊടുക്കുന്നത് വരെ തന്നെ പണി. ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ലൈവ് കയറും. നിങ്ങൾ കാണില്ല, ഈ ലൈവ് കഴിഞ്ഞു ഞാൻ 7:30 മണിക്കിന്റെ ഇവിടെത്തി. പതില് പറഞ്ഞാൽ വിസ ശരിയാകാത്തൊരു വിഷമത്തിലായിരുന്നു. തങ്ങളെ തോന്നിയതോ? അപ്പൊ ഞാൻ എന്തായിരുന്നു 7 മാസം ആകുമ്പോൾ ശരിയാവുള്ളൂ. എത്ര മാസമായി? 7 മാസമായി. 7ാമത്തെ മാസമായപ്പോൾ എന്തായി? വിസ ശരിയായി. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല റാഹത്തിൽ പോയി സമ്പാദിച്ചിട്ട് ഒരു മുതലാളിയായിട്ട് അല്ലാഹു യൂസുഫ് അലൈഹി നമ്മൾ മറക്കരുത് കേട്ടോ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. പ്രവാസികളാണ് ഇൻഷാ അല്ലാഹ്, കണ്ടിട്ട് പോയാൽ മതി കേട്ടോ. ഇനിയെന്താ പൊതുവെ പറയാൻ? അല്ലാഹു പറയുമ്മ എന്താ അസുഖം ഉണ്ടായിരുന്നേ? എന്താ അസുഖം ഉണ്ടായിരുന്നേ? സാമുദ്ദീൻ അവിടെ ഉണ്ടല്ലേ, അവനോട് പറയാൻ പറഞ്ഞു. സുഖം ഉണ്ടായിരുന്നില്ല അല്ലേ? തീരെ സുഖം ഉണ്ടായിരുന്നില്ല. ഉമ്മാന്റെ ദുആന്റെ ബർക്കത്താ. എന്തൊക്കെ വർത്താനം? എന്താ അസുഖം ഉണ്ടായിരുന്നേ? എന്താ അസുഖം ഉണ്ടായിരുന്നേ? തീരെ വയ്യാതെ പാമ്പിനൊക്കെ പോലെ ഇഴകിയിരുന്നു. വലിയ പ്രയാസപ്പെട്ട് വന്നിരുന്നു. അപ്പൊ തങ്ങൾക്ക് എന്തായിരുന്നു? എന്താ പറഞ്ഞേ? മാറുന്ന് പറഞ്ഞു. മാറി. അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് അല്ലാഹു നൽകട്ടെ. ഇനി ആരോഗ്യം തരാതിരിക്കട്ടെ. ഇനി കണ്ടിട്ട് പോകട്ടോ ഇൻഷാ അല്ലാഹ്. മാഷാ അല്ലാഹ്. അഡ്രസ് തരും, നമുക്ക് പരിചയപ്പെടാലോ. തെറ്റിപ്പോയി. അൽഹംദുലില്ലാഹ്. ഒരുപാട് വിഷമത്തിലായിരുന്നു, സങ്കടത്തിലായിരുന്നു. സ്വലാത്തെ കാണാൻ തുടങ്ങി. അല്ലാഹുവിനെ ഓർക്കും അല്ലാഹു റഹ്മത്ത് നൽകി. ഞാൻ ആർക്കൊന്നും പറയാലല്ലോ, എല്ലാവർക്കും വേണ്ടി തക്ബീർ. എന്താണ് അവിടെ ഒരു 30 കൊല്ലായിരുന്നു ആഹാരം ബാങ്കിലായിരുന്നു. മാഷാ അല്ലാഹ്. എന്റെ മകള് പറഞ്ഞ കുറെ സ്ഥലത്ത് ഞാൻ കേട്ടത്. ആ മകൾക്ക് അല്ലാഹു ബറക്കത്ത് അല്ലാഹു നൽകട്ടെ. എടുത്തു ഒരാള് ബന്ധുക്കളൊരാള് പൈസ 7 ലക്ഷം രണ്ടങ്ങള് അക്കൗണ്ടിലേക്ക് അയച്ചു തന്നു. 30 കൊല്ലം ആധാരം ബാങ്കിലായിരുന്നു, ഒരുപാട് വിഷമത്തിലായിരുന്നു. മകളാണ് പറഞ്ഞത് സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലാൻ. അങ്ങനെ സ്വലാത്തുൽ ഫാത്തിഹ മജിലിസിരുന്നു. ഞാൻ എപ്പോഴും ദ്വാരക്കലുണ്ട്, ആധാരം ബാങ്കിൽ എടുക്കാതെ വഴി കാണിച്ചു കൊടുക്കണേ. അൽഹംദുലില്ലാഹ്. അങ്ങനെ മജിലിസിലിരുന്നു. കുടുംബത്തിൽപ്പെട്ട ഒരാൾ 7 ലക്ഷം റുപ്യ, എത്രന്ന് 7 ലക്ഷം റുപ്യ അക്കൗണ്ടിൽ ഇട്ടുകൊടുത്തു. ആധാരം ബാങ്കിൽ നിന്ന് എടുത്തു. ആ കൊടുത്ത ആൾക്ക് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. എല്ലാവർക്കും വേണ്ടി തക്ബീർ. പിന്നെ ഇവിടുത്തെ ചികിത്സ 7 മാസം കൊണ്ട് ശരിയാകുള്ളൂ. അല്ലാഹു ഇന്നലെ വന്ന വിഷമം അല്ലാഹു മാറ്റിത്തരും. കാര്യം ശരിയാകും. ഒരു വിഷമം ഉണ്ടാവില്ല. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. എന്താ പറയുന്നത്?